ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചില മാറ്റേഴ്സ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി, വിറ്റ്നസ് ആയിട്ട് പോയി ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ആർക്കും കമ്പൽ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. സപ്പോസ് നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ പോലും നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. കോടതി നമ്മളെ അതിന് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളെ എന്ത് ചെയ്യത്തില്ല, കമ്പൽ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിനെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് മാരേജ് ഉണ്ട്. സെക്ഷൻ 122 ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്, ഒരു കല്യാണത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിനൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ മാരേജ് നിലനിൽക്കുന്ന സമയത്ത് സ്പൗസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ കോടതിയിൽ വന്നിട്ട് നമുക്ക് പറയാൻ വേണ്ടിയുള്ള അനുവാദമില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും കമ്പൽ ചെയ്യത്തില്ല. നമുക്കത് ചിലപ്പം ഒരുപക്ഷെ കോമ്പീറ്റൻ്റ് ആയിരിക്കാം നമ്മൾ അവിടെ ചെന്നിട്ട് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി, പക്ഷേ നമ്മളെ കമ്പൽ ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അത് കാരണം ഇങ്ങനെ പറയുന്നതിൻ്റെ ചിലപ്പം ഇങ്ങനെ ഹസ്ബൻഡ് വൈഫിനോട്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഹസ്ബൻഡ് വൈഫിനോട് അത്ര വിശ്വസിച്ചിട്ടായിരിക്കാം ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അത് കോടതിയിൽ വന്നിട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഈ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും, അല്ലെങ്കിൽ അവിടെ ആ ഒരു അവരുടെ ഫാമിലീസിൻ്റെ പീസിനെ അത് ഡിസ്ട്രോയ് ചെയ്യും എന്നുള്ള കാരണത്താലാണ്, അല്ലെങ്കിൽ ആ മാട്രിമോണിയൽ ബോണ്ടിനെ വീക്കൺ ചെയ്യും എന്നൊക്കെയുള്ള റീസൺ കൊണ്ടാണ് ഇവിടെ ഈ മാരേജിൻ്റെ സമയത്ത് നടത്തുന്ന, അല്ലെങ്കിൽ ഡ്യൂറിങ് മാരേജിൽ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷനായിട്ട് കണക്കാക്കുന്നത്. ഇനി ഈ പറഞ്ഞിട്ടുള്ള പ്രിവിലേജ് അവൈലബിൾ ആകുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. ഇപ്പോൾ സ്പൗസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്, ആ കമ്മ്യൂണിക്കേഷൻ്റെ ഇതിൽ ബേസിസിലാണ് അത് പ്രിവിലേജ് കമ്മ്യൂണിക്കേഷനായി മാറുന്നത്. ഇനി ഈ സ്പൗസ് ഈ ഒരു എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നത് മറ്റൊരു വ്യക്തി വഴിയാണ്. ഇപ്പോൾ ഒരു മാരീഡ് പേഴ്സൺ മറ്റൊരു വ്യക്തി വഴി എന്തെങ്കിലും ഒരു മാറ്റർ നോളജിൽ വരികയാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി സ്പൗസ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്, ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പ്രിവിലേജ് കിട്ടുന്നത്. ഇനി സ്പൗസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു ക്രൈം, ഓക്കെ, ഒരാൾക്ക് എഗ്നിസ്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കാം, എന്തുമായിക്കോട്ടെ, അത് ആ ഒരു ഇൻസിഡൻറ്റിൽ ആ സ്പൗസ് വിറ്റ്നസ് ചെയ്യുകയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു ക്രൈം, അത് അവർ തമ്മിൽ കണ്ടു, ഓക്കെ, വിറ്റ്നസ് ചെയ്തു ആ ഇൻസിഡൻറ്റ്. അപ്പോൾ അത് അയാളുടെ നോളജിൽ വന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്നിട്ട് എവിഡൻസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പേഴ്സൺ മെയ്ഡ് ചെയ്യുകയാണ്, ഒരു ഹിസ് ഓർ ഹെർ സ്പൗസ്, ഒരാളുടെ സ്പൗസിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ചെയ്യുന്നു, അത് തേർഡ് പേഴ്സൺ അറിഞ്ഞു, ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷൻ നടത്തിയത് തേർഡ് പേഴ്സൺ അറിഞ്ഞു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്, ആ പ്രിവിലേജ് നഷ്ടപ്പെടുകയാണ്. ആ തേർഡ് പേഴ്സണ് കോടതിയിൽ വന്നിട്ട് വിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്, ഓക്കെ. അപ്പോൾ ഒരു പേഴ്സൺ ഹിസ് ഓർ ഹെർ സ്പൗസിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി, അത് മൂന്നാമതൊരാൾ അറിഞ്ഞു, ആ വ്യക്തിക്ക് അപ്പോഴത്തേക്ക് എന്തായി, അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പ്രിവിലേജ് നഷ്ടപ്പെട്ടു, കമ്മ്യൂണിക്കേഷൻ്റെ പ്രിവിലേജ് നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഈ തേർഡ് പേഴ്സണ് കോടതി ചെന്നിട്ട് എവിഡൻസ് കൊടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി ഇവിടെ ഒരു കേസുണ്ട്, MC വർഗീസ് വേഴ്സസ് TJ പൊന്നൻ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് സുപ്രീം കോടതി പറഞ്ഞത്, letter written by husband addressed to his wife which contained matter defamatory of her husband can be admitted as evidence ത്രൂ ദ ഫാദർ, ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനോട് ഈ വൈഫിൻ്റെ ഫാദറിനെ പറ്റി ഒരു ഡിഫമേറ്ററി ആയിട്ടുള്ളൊരു മാറ്റർ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലെറ്റർ എന്തായിട്ട് എടുക്കാൻ പറ്റും, ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് എവിഡൻസ് ത്രൂ ദ ഫാദർ വഴി അതൊരു ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. ഇനിയും എംപറർ വേഴ്സസ് രാമചന്ദ്ര എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അവിടെ പറയുന്നത് ഒരു കോൺവെർസേഷനോ കമ്മ്യൂണിക്കേഷനോ ഹസ്ബൻഡും വൈഫും തമ്മിൽ നടത്തി കഴിഞ്ഞാൽ അത് പ്രിവിലേജ് ആണ്. ഇനിയും അതെന്ത് മാറ്റർ ആയിക്കോട്ടെ, അത് പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നിരുന്നാലും ഈ പറയുന്ന പ്രിവിലേജ് ഒരിക്കലും ആബ്സല്യൂട്ട് അല്ല, ഓക്കെ. ചില സമയത്ത് ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദ പേഴ്സൺ ഹൂ മെയ്ഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ ഓർ ദെയർ റെപ്രസെൻറ്റേറ്റീവ് ഗിവ് ഫ്രീ കൺസെൻറ്റ്, അവിടെ ഒരു ഫ്രീ കൺസെൻറ്റ് കൊടുക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കപ്പിൾസ് തമ്മിലാണ് അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു സ്യൂട്ട് ഉണ്ടാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രൈമിൽ സ്പൗസിനെ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ്, ആ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ്. സെക്ഷൻ 126 അകത്താണ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനെ പറ്റി പറയുന്നത്. ഒരു ക്ലയൻറ്റ്, ബാരിസ്റ്റർ, അറ്റോർണി, പ്ലീഡർ, വക്കീൽ,
അവരുമായിട്ടൊക്കെ ക്ലയൻറ്റ് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ കോഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ബാരിസ്റ്ററിനോടും അറ്റോർണിയോടും പ്ലീഡറിനോടും വക്കീലിനോടും ഒക്കെ ഈ ക്ലയൻറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നത്. അതൊരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല വിത്തൗട്ട് എക്സ്പ്രസ് കൺസെൻറ്റ് ഓഫ് ദ ക്ലയൻറ്റിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എന്താണ് ഈ വക്കീലും ബാരിസ്റ്ററും പ്ലീഡറും ഒന്നും ഈ ക്ലയൻറ്റ് ഇവരോട് ഡിസ്ക്ലോസ് ചെയ്ത കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം മറ്റൊരിടത്ത് ചെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇപ്പം എന്താണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന എന്താണ് അഡ്വക്കേറ്റിനോടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിനോടോ ആരോടും അത് ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാണ്ട് വേറെ എങ്ങും ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. If an accused disclosed the commission of a crime to his lawyer, the lawyer will not be permitted to disclose the fact in the court without express consent of the accused. അതുപോലെ തന്നെ ഒരു അക്യൂസ്ഡ് അയാൾ കമ്മിറ്റ് ചെയ്ത ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ലോയറിനോട് ഡിസ്ക്ലോസ് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോയർക്ക് കൺസെൻറ്റ് ഈ അക്യൂസ്ഡിൻ്റെ എക്സ്പ്രസ് കൺസെൻറ്റ് ഇല്ലാതെ ഒരിക്കലും ആ ഫാക്റ്റ് കോടതിയിൽ പോലും പോയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. അപ്പോൾ ഇവിടെ മെയിൻ എന്താണ്, ആ ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പിന്നെ മറ്റുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ എവിഡൻസ് ആക്ടിൻ്റെ തന്നെ മറ്റുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷന് കൊടുത്തിരിക്കാം.